ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റാഗി ഇഡലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇഡലിയുടെ റെസിപ്പി മാത്രമല്ല, ഇഡലി നല്ല സോഫ്റ്റായിട്ട് വരാനും അതേപോലെ ഇഡലി തട്ടിൽ ഇതുപോലെ പറ്റിപ്പിടിക്കാതെ എളുപ്പത്തിൽ ഇളകി വരാനും ഒക്കെയുള്ള ഒരു ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് റാഗിയാണ്. റാഗി കൂര, പഞ്ഞിപ്പുല്ല്, അങ്ങനെയൊക്കെ പല നാടുകളിൽ പല പേരാണ്. പല പേരാണെങ്കിലും ശരി, ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ കുട്ടികൾ ആഹാരം കഴിച്ചു തുടങ്ങുന്ന സമയം മുതലേ ഈ റാഗി അല്ലെങ്കിൽ പഞ്ഞിപ്പുല്ലൊക്കെ കുറുക്കാക്കി കൊടുക്കാറുണ്ട്. കാരണം അതിന് അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ എല്ലുകളുടെ, ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കാണെങ്കിൽ പോലും എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ റാഗി നല്ലതാണ്. കാരണം ഇതിൽ ഒരുപാട് കാൽസ്യം കണ്ടൻ്റ് ഉണ്ട്. അതേപോലെ ഫൈബർ റിച്ച് ആണ്, നല്ല അയൺ കണ്ടൻ്റ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും ശരി, അതേപോലെ മുതിർന്നവർക്ക്, അനീമിയ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു സോഴ്സ് ഓഫ് അയൺ ആണ്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മുതിർന്ന ആളുകൾക്ക്, കൊളസ്ട്രോളും ഷുഗറും ഒക്കെയുള്ള ആളുകൾക്ക് റാഗി ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതേപോലെ നമ്മുടെ സ്കിന്ന്, ഹെയർ, ഇതിനൊക്കെ വേണ്ട ഒരുപാട് ന്യൂട്രിയൻസ് നമ്മളുടെ ഈ റാഗിയിലുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിലല്ല, ഏതെങ്കിലുമൊക്കെ ഫോമിൽ ദിവസേന റാഗി മുതിർന്നവരും കുട്ടികളും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ റാഗി വെച്ചിട്ട് എങ്ങനെയാണ് ഇഡലി തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1.5 കപ്പ് അളവിൽ റാഗി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് അളവിൽ പച്ചരിയും, സാധാരണ നമ്മൾ ഇഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പച്ചരി അല്ലെങ്കിൽ ഇഡലി റൈസ്, അതും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ രണ്ടും കഴുകിയെടുക്കുക. റാഗിയിൽ ചില സമയത്ത് നന്നായിട്ട് അഴുക്ക് കാണും. ചില പാക്കേജ്ഡായിട്ടുള്ള റാഗി നല്ലതായിരിക്കും, പക്ഷേ നമ്മൾ ഈ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ നല്ലതുപോലെ അഴുക്ക് കാണും. അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഞാനിത് കുതിരാനായിട്ട് അത് നികക്കെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 6 മണിക്കൂറോളം കുതിർത്തിയെടുക്കണം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ അളവിൽ എടുക്കാം. ഞാനിപ്പോൾ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഇപ്പോൾ 2 കപ്പ് റാഗിയും 1 കപ്പ് ഇഡലി റൈസും അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് അളവിലാണ് ഉഴുന്ന് ചേർത്തിരിക്കുന്നത്. ഒരുപാട് ഉഴുന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉഴുന്ന് കുറച്ച് ചേർക്കുന്ന ഒരു 1:3 അല്ലെങ്കിൽ 1:4 അളവിൽ മതി ഉഴുന്ന് നല്ലൊരു ഇഡലി കിട്ടാനായിട്ട്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെല്ലാം ഞാൻ അരച്ചെടുത്തു. ആദ്യം ഞാൻ അരച്ചെടുത്തത് ഉഴുന്നാണ്, പിന്നെ റാഗിയും അരിയും കൂടെയുള്ള മിക്സും കൂടെ അരച്ചെടുത്തു. ഇതെല്ലാം ഞാൻ അരച്ചെടുത്തത് ഉഴുന്ന് കുതിർക്കാനിട്ടപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിലാണ് കുതിർക്കാനിട്ട്, ഉഴുന്ന് കുതിർന്ന് വന്ന ആ വെള്ളത്തിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. റാഗിയും അരിയും കൂടെ അരച്ച സമയത്ത് 1 കപ്പ് അളവിൽ ചോറ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്കിട്ട് അതും കൂടെ ചേർത്താണ് അരച്ചെടുത്തത്. അങ്ങനെ 3 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുത്തത്. ആദ്യം ഉഴുന്ന്, പിന്നീട് 2 ബാച്ചായിട്ട് റാഗിയും അരിയും. ഈ അരച്ച് കിട്ടിയ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പോഴും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൈവച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഇതിലേക്ക് നല്ലതുപോലെ എയർ കയറിയിട്ട് ഇത് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഒരു 5 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ മാവ് ഈ ഒരു അളവിലുണ്ട്. അത് നേരം വെളുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി കറക്റ്റായിട്ട് ഈ ഒരു അളവിൽ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് നമ്മുടെ മാവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സ്പൂണൊക്കെ ഇടുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഒരളവിൽ ചെയ്താൽ മതി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിലേക്കുള്ള ടിപ്പാണ്. അതായത് ഞാൻ നേരത്തെ കാണിച്ചില്ല, ഇപ്പോൾ ഇഡലിയുടെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാം, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനൊരു പ്രൊപ്പോർഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇഡലി തട്ടിൽ നിന്ന് ഈസി ആയിട്ട് ഇഡലി എങ്ങനെ വിട്ട് വരുന്നതെന്നുള്ളത് നോക്കാം. അതിനിതാ ഞാനിവിടെ ആദ്യം തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ബട്ടർ മതി, ഞാൻ എടുത്തേക്കുന്ന അത്രയും. ഓക്കെ, അത് ബാക്കിയുള്ള തട്ടിലും തേച്ച് കൊടുക്കാം. ഇതിൽ മാത്രമല്ല, ഇത് ബാക്കി വരും. നല്ലതുപോലെ ആ അരികു വശങ്ങളിലും അകത്തുമൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്ത് ഇത് ഇഡലി തട്ടിൽ വെച്ചിട്ട് നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കുക. വെള്ളം അടിയിലുണ്ട്, ആ വെള്ളം തിളച്ച് വരുമ്പോൾ മേളിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. ബട്ടർ അല്ലാതെ നമുക്ക് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ല റിസൾട്ട് ബട്ടറിനാണ് കിട്ടുന്നത്. അപ്പോൾ എണ്ണ തേക്കുവാണെങ്കിലും ഇതേപോലെ നന്നായിട്ട് തട്ടിൽ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങൾ വെള്ളം തിളച്ചതിന് ശേഷം 2 മിനിറ്റെങ്കിലും ഇതൊന്ന് ആവി കൊള്ളിച്ച് ഈ തട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ആ ബട്ടറൊക്കെ മെൽറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് അതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് അതേപോലെ തട്ടിലൊട്ടി പിടിക്കാത്ത ഇഡലി നമുക്ക് കിട്ടും. ഇതാ കണ്ടില്ലേ, നമ്മുടെ റാഗി മാവൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. ഇഡലി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഇളക്കിയൊന്നും വെച്ചിരിക്കുകയില്ല, അതുകൊണ്ടാണ് ഞാൻ തട്ടി കാണിച്ചത്. അങ്ങനെ തട്ടിയാലൊന്നും അത് ഇളകി വീടില്ല.
ചിലതൊക്കെ ചിലപ്പോൾ ഇളകി വീണെന്നിരിക്കും, കാരണം അത്രയും ഈസി ആയിട്ട് അതിലിരിക്കുന്നത്. വെറുതെ നമുക്ക് സ്പൂണൊന്നും വേണ്ട, ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. അതിൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴിഞ്ഞിട്ട് ഇഡലിത്തട്ട് കഴുകാൻ വളരെ എളുപ്പമാണ്. എനിക്കാണെങ്കിൽ സാധാരണഗതിയിൽ ഇഡലി എടുത്തതിന് ശേഷം അത് പറ്റി പിടിച്ചിരിക്കുന്ന തട്ട് കഴുകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പാത്രം കഴുകാനും പറ്റും എന്നുള്ളത് ഒരു ഗുണമാണ് ഈ ഒരു രീതിയിൽ, ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അത് ഏത് ടൈപ്പ് ഇഡലി, റാഗി ഇഡലി എന്നല്ല, ഏത് ഇഡലി ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഇതേ രീതിയിൽ എണ്ണയോ ബട്ടറോ നിങ്ങൾ തട്ടിൽ തേച്ചതിന് ശേഷം അതൊന്ന് ആവി കൊള്ളിക്കണം എന്നുള്ളതാണ് മെയിൻ. തേച്ച് ഉടനെ വെക്കുന്നതല്ല, അതൊന്ന് ആവി കൊണ്ടതിന് ശേഷം മാവൊഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇതേപോലെ കുട്ടി കുട്ടി ഇഡലിയായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. റാഗി ഏതെങ്കിലും ഒരു ഫോമിൽ ഡെയിലി നമ്മളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.